സുപ്രഭാത്. സഹോദരനെ ഭയന്നോടുന്ന യാക്കോബ് ലൂസ് എന്ന പട്ടണത്തിലെത്തി അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തിയ ഗോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നാം കാഴ്ച കാണുകയുണ്ടായി. മാത്രമല്ല, അവിടെ അതിപ്രധാനപ്പെട്ട ഒരു ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിഞ്ഞു. അത് ആ ഗോവണിയുടെ അങ്ങേയറ്റത്ത്, അഥവാ ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യാക്കോബിനോട് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഏകാന്തതയുടെ മധ്യത്തിൽ യാക്കോബ് ആ ശബ്ദം കേട്ടു. ആ ശബ്ദം നിസ്സാരമായ ഒരു ശബ്ദമായിരുന്നില്ല, തന്നോടുള്ള ദൈവത്തിന്റെ അതുല്യമായ വാഗ്ദത്തമായിരുന്നു. ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് മടക്കി വരുത്തും, ഞാൻ നിന്നെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോകുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ അനുഗ്രഹം അരുളുന്ന വാഗ്ദത്തം തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഉന്നതമായ വാഗ്ദത്തം, ഞാൻ നിന്നെ മടക്കി വരുത്തും എന്നുള്ളതാണ്. ഒരിക്കൽ പോലും മടങ്ങി വരുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയിലാണ് യാക്കോബ് തൻ്റെ പ്രയാണം തുടർന്നതെങ്കിൽ സർവശക്തൻ്റെ വാഗ്ദത്തം ഇതാണ്, ഞാൻ നിന്നെ മടക്കി വരുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവിക വാഗ്ദത്തങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. തളർന്നു പോകണ്ട, പതറിപ്പോകണ്ട. ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ സ്വർഗം നമ്മോട് കൂടെയുണ്ട്. സർവശക്തന്റെ കരങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് വാഗ്ദത്തം നിറവേറ്റുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അരുളി ചെയ്ത സകല വാഗ്ദത്തങ്ങളെയും അങ്ങനെ തന്നെ അംഗീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. കാത്തിരിക്കാം, ഒരു ദിവസം അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവം എല്ലാവരെയും സഹായിക്കും.